ചൈനയ്ക്ക് ഒരു ആഫ്റ്റർ വിസ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ താല്പര്യമുണ്ടോ? അതൊരു അൺസ്കിൽഡ് ജോബിനായിട്ട് പോകാൻ താല്പര്യമുണ്ടോ? അതായത് നമ്മളൊരു രജിസ്ട്രേഷൻ ഫീസ് മാത്രം നമ്മൾ ആദ്യം അടച്ചാൽ മതി, ബാക്കിയുള്ള പേയ്മെൻ്റ് ഒക്കെ നമുക്ക് ആഫ്റ്റർ വിസയാണ് വരിക. നമുക്ക് ഈ ഒരു അപ്രൂവലിന് ശേഷം മാത്രം ഈ ഒരു ബാലൻസ് പേയ്മെൻറ്റ് നമ്മൾ ചെയ്താൽ മതി. അതായത് ഫീമെയിൽസിനും മെയിൽസിനും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിസയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് ഈ ജനറൽ ജോബ്സ് ആണ്. സോ ഈ ഒരു അൺസ്കിൽഡ് ജോബുകൾ പറയുമ്പോൾ ഈ ഒരു ജനറൽ ഹെൽപ്പേഴ്സ് വർക്കേഴ്സ്, അതുപോലെ തന്നെ വെയർ ഹൗസ് ഹെൽപ്പേഴ്സ് വർക്കേഴ്സ്, ഫാക്ടറി ഹെൽപ്പേഴ്സ് വർക്കേഴ്സ്, ഇങ്ങനത്തെ ജോബുകളാണ് വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത് ജീനിയസ് സ്പാർക്ക് ഇൻ്റർനാഷണൽ ആണ്, GSI ആണ് ഒരുക്കിയിട്ടുള്ളത്. സോ ഈ ഒരു ചൈനയ്ക്കുള്ള ഈ ഒരു എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഇവരെങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുക എന്നുള്ളതും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ഇനി ഇങ്ങനെ പോണ ആളുകൾക്ക് എന്തൊക്കെ വേണം? നിങ്ങൾക്ക് നല്ല ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം. നമുക്കറിയാലോ ഈ ഒരു ജനറൽ ഹെൽപ്പ് വർക്കേഴ്സ് ആണ്. സോ അത് വേണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയണം. ഓക്കെ, നിങ്ങൾക്ക് ചൈനീസ് അറിയണമെന്നോ അങ്ങനെ ഒന്നും പറയണില്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞാൽ മതി. സോ ഇവർ ഈ ജോബ് ആക്കി കൊടുക്കുന്ന കാര്യങ്ങളും കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. ഇനി ഇങ്ങനെ പോണ ആളുകൾക്ക് ഒരു 60,000 മുതൽ 80,000 രൂപ വരെ, ഇന്ത്യൻ മണിയിൽ ഇത്രയും രൂപ വരെ മാസം സാലറി കിട്ടുന്ന ജോബുകളാണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വിസ വാലിഡിറ്റി നമുക്ക് 5 years ആണ് നമുക്ക് ഉണ്ടാവുക. ബട്ട് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. സോ അതുപോലെ തന്നെ നമുക്ക് ഓവർ ടൈം ഒക്കെ ചെയ്യാൻ പറ്റും, അക്കോമഡേഷനൊക്കെ പ്രൊവൈഡഡ് ആണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താ നോക്കി നോക്കാം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇനി ഇങ്ങനെ പോകാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, അതാണ് എല്ലാവരുടെയും ഡൗട്ട്. അതായത് പാസ്പോർട്ട് വേണം, പിന്നെ ഒരു അപ്ഡേറ്റഡ് CV വേണം, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ ബേസിക് എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് അത് ഉണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ്, ആധാർ കോപ്പി, ഇതൊക്കെയാണ് നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ ആദ്യം പറഞ്ഞു രജിസ്ട്രേഷൻ ഫീ മാത്രം ആദ്യം അടച്ചാൽ മതി എന്നുള്ളത്. അതായത് വെറും ഒരു 10,000 രൂപ മാത്രം നമ്മൾ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അടച്ചാൽ മതി. ഓക്കെ, ഇനി ഇതിലെന്തെങ്കിലും റിജക്ഷനൊക്കെ ഇൻ കേസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് തിരിച്ച് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ സാലറി എത്ര കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വിസ ടൈപ്പ് വരിക സെഡ് കാറ്റഗറി വർക്ക് വിസ ആയിട്ടാണ് വരിക. ഓക്കെ, അതായത് 5 years നമുക്ക് കിട്ടുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസ ആയിട്ടാണ് വരിക. അത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. പിന്നെ ഇങ്ങനെ പോണ ആളുകളുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇത്തരം ജോബുകളുടെ ഡ്യൂട്ടി ടൈം വരിക, അതായത് ഒരു 10 hours ആണ് പെർ ഡേ ആയിട്ട് വരിക. ഓക്കെ, സോ അതുപോലെ തന്നെ വീക്കിലി നമുക്കൊരു 5 to 6 days ആയിരിക്കും വർക്ക് ഉണ്ടാവുക, നമുക്ക് ലീവ് ഉണ്ടാവുന്നതായിരിക്കും. ഓവർ ടൈം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും, ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അക്കോമഡേഷനും നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് അക്കോമഡേഷൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല, അതും പ്രൊവൈഡഡ് ആണ്. അതുപോലെ തന്നെ ഫുഡും പ്രൊവൈഡഡ് ആണ്. അത് ബേസ്ഡ് ഓൺ ദ കമ്പനി എന്ന് പറയുന്നുണ്ട്. എല്ലാ കമ്പനികളിലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ചില കമ്പനികളിലൊക്കെ എന്തായാലും ഈ ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. ഈ ഒരു ക്ലയൻറ്റ് കുറച്ച് കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റി കാണിക്കുക, അതായത് നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിലാണ് ഈ ഒരു റിജക്ഷൻ്റെ ചാൻസ് ഒക്കെ വളരെ കൂടുതലായിരിക്കുക. ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ അഗ്രിമെൻറ്റ് പറയുന്ന പോലെ തന്നെ നിങ്ങൾ പേ ചെയ്യുക. സോ അതുപോലെ തന്നെ ഈ ഒരു എംപ്ലോയേഴ്സിൻ്റെ റൂൾസും ഇമിഗ്രേഷൻ റെഗുലേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. സോ ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇനി എങ്ങനെ നമുക്ക് നോക്കി നോക്കാം. ഇങ്ങനെ പോണ ആളുകളുടെ ഒരു ഏജ് ലിമിറ്റ് പറയുന്നത് 22 മുതൽ 34 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഒരു ഡിഗ്രി ഡിമാൻഡാണ് കേട്ടോ. അത് ഏത് ഡിഗ്രിയാണെന്നൊന്നും പറയുന്നില്ല, ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൽസിനും ഫീമെയിൽസിനും ഒക്കെ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, പിന്നെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്നത്. ഇനി ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം ഏകദേശം നമുക്കൊരു 2 to 4 months ആണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം ആയിട്ട് വരിക. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് ചാർജ് വരിക, നമ്മൾ ആദ്യം പറഞ്ഞു ടോട്ടൽ നമുക്ക് ചാർജ് വരിക 4,50,000 രൂപയാണ് വരുന്നത് ടോട്ടൽ പാക്കേജിൻ്റെ കോസ്റ്റ് വരുന്നത്. ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും ഒരു 10,000 രൂപ മാത്രം നമ്മൾ ആദ്യം ഒരു രജിസ്ട്രേഷൻ ഫീ ആയിട്ട് നമ്മൾ അടച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മളുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു എമൗണ്ട് മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ള ബാലൻസ് പേയ്മെൻ്റ് ഒക്കെ നമുക്ക് ഈ ഒരു ആഫ്റ്റർ വിസ അപ്രൂവലിന് ശേഷം മാത്രം പേ ചെയ്താൽ മതി. ഇനി ആ ഒരു 10,000 രൂപ എന്തെങ്കിലും റിജക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് തന്നെ ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ GSI ഇൻ്റർനാഷണൽ ആണ് ഇപ്പോൾ ഈ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത്. ഇവരെങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ് നോക്കി നോക്കുക. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റ് സബ്മിഷൻ തന്നെയാണ്.
ഓക്കെ, അത് നിങ്ങൾ ആദ്യം ചെയ്യുക. പിന്നെ രണ്ടാമത്തെ പറയുന്നത് പ്രൊഫൈൽ ഇവാലുവേഷൻ വരും. പ്രൊഫൈൽ ഇവാലുവേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രൊഫൈലിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് കാറ്റഗറി ഏതാണ് നോക്കുക. അതായത് ആ ഒരു എലിജിബിലിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതിനൊക്കെ അനുസരിച്ച് നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് കാറ്റഗറി ഏതാണ് നോക്കുക എന്നുള്ളതിനാണ് ഈ ഒരു പ്രൊഫൈൽ ഇവാലുവേഷൻ നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയർ സെലക്ഷൻ ആണ് പിന്നെ വരിക. ദെൻ രജിസ്ട്രേഷൻ, ഫീ പേയ്മെൻറ്റ് ആൻഡ് പാസ്പോർട്ട് സബ്മിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 10,000 രൂപ നമ്മൾ അടയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ് പ്രോസസ്സിംഗ് ആണ് വരിക. ദെൻ വിസ ആപ്ലിക്കേഷൻ വരും, വിസ അപ്രൂവൽ വരും, ഫൈനൽ പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് വരും. അതിനുശേഷം നമുക്ക് ചൈനയ്ക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വരിക. സോ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. ചൈനയിൽ പോയിട്ട് ഒരു ജോബ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു അവസരം തന്നെ ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജീനിയസ് സ്പാർക്ക് ഇൻ്റർനാഷണൽ ആണ് ഇപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. മാക്സിമം നിങ്ങൾ ഇവരെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. കാരണം ഇവർക്ക് ഒരുപാട് കോൾസൊക്കെ വരുന്നതാണ്. സോ സാധാരണ നോർമൽ കോളിൽ വിളിച്ചാൽ ചിലപ്പോൾ അത്ര പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതിൻ്റേതായിട്ടുള്ള കൗൺസിലേഴ്സ് നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യണതായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. ആൻഡ് തീരുമാനം എപ്പോഴും നിങ്ങളുടെ തന്നെ ആയിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് നേരിട്ട് അവരുടെ ഏജൻസി പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാനും അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളതൊക്കെ ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് 100% ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പറഞ്ഞത് നല്ലൊരു അവസരം തന്നെയാണ്. ഇനി നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണ ആർക്കെങ്കിലും ഈ ഒരു അവസരം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ആൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയാണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഇനി ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷ്യാം, and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.